ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ നല്ല കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വരുൺ തൻ്റെ അച്ഛനോടായിട്ട് പറയുന്നുണ്ട്, അവളിപ്പോൾ അച്ഛനോട് പറഞ്ഞില്ലേ എന്നെ വേണ്ട എന്നുള്ളത്. ഒരു സമയത്ത് അവൾ അങ്ങനെ പറഞ്ഞു, ഇനി അവൾ എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ നടക്കുന്നത് അച്ഛൻ കണ്ടു. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തു കഴിഞ്ഞു. അവരുടെ വീട് മുറ്റത്ത് എന്തായാലും അതിനി വരാൻ പോകുന്നേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ വരുണ് അച്ഛനോടായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വരുണ് നല്ലൊരു പണി കൊടുക്കാനായിട്ട് പോവാട്ടോ ചെയ്യുന്നത്. കാരണം എനിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉള്ളതിൻ്റെ മുതലും പലിശ അടക്കം അവൾ എനിക്ക് തിരിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതിനൊന്നും അവൾ ഒരിക്കലും സുഖിച്ച് നടക്കണ്ട എന്നൊക്കെ വരുണ് പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ രാത്രിയിലാണ് കാണിക്കുന്നത്. രാത്രിയാണെങ്കിലും കൺമണി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് കൃഷി വിളിക്കുന്നുണ്ട് കേട്ടോ. കൃഷി പുറത്തുണ്ട്. ഒന്ന് ഇങ്ങോട്ട് വായോ കൺമണി, വാതിൽ തുറന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പുറത്തുണ്ടെന്ന് പറയുന്നു. സർ എന്താ രാത്രി വിളിച്ചിരിക്കുന്നത്, ഒന്ന് വാ കൺമണി, എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ കൺമണി വാതിൽ തുറന്ന് പുറത്തേക്ക് വരിക കേട്ടോ. അപ്പോഴത്തേനും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കൃഷ്. അപ്പോഴത്തേനും കൺമണി ഞെട്ടുന്നുണ്ട്. കാരണം അലിഗയിൽ MD ആണിത്. ഇപ്പോൾ രാത്രി എൻ്റെ വീടിന് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടോ എന്ന രീതിയിലൊക്കെ അമ്പരന്ന് നോക്കുന്ന കൺമണിയാട്ടോ കാണിക്കുന്നത്. അതിനുശേഷം തന്നെ ഞെട്ടിക്കുകയാണ് കേട്ടോ കൺമണി. അതിനുശേഷം തന്നെ പിന്നീട് അവർ തമ്മിലൊരു റൊമാൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയോട് തൻ്റെ പ്രണയം തന്നെ കൃഷ് തുറന്നു പറയുന്നുണ്ട്. കാരണം ഇനി അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം കൺമണിക്കും ഇങ്ങോട്ട് തന്നോട് ഇഷ്ടമുണ്ടെന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി അതിൽ വൈകിച്ചൂടാം. അതുകൊണ്ട് തന്നെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രംഗങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസമാണെങ്കിലോ വീട് ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് അവിടെ പതിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ എല്ലാവരും അമ്പരക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വീട് ജപ്തിയും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ കൺമണിയുടെ കല്യാണം നടന്നാലാണ് ഈ ജപ്തിയിൽ നിന്ന് തനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം തന്നെ എല്ലാവരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതിലെല്ലാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്തായാലും ധനലക്ഷ്മി തന്നെയാണ്. അവൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കാനായിട്ട് പോകുന്നു. അവൾ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരുടെ മുഖത്തും നല്ലൊരു വിഷമമാണ് കാണിക്കുന്നത്. ഇനി കൺമണിക്ക് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ഇത്രയും രൂപ ഒരിക്കലും തന്നെ കൺമണിക്ക് അവർക്ക് തിരിച്ചു തരാനും സാധിക്കില്ല. അത് എന്നെക്കൊണ്ടേ സാധിക്കുള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് വരുൺ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ നല്ലൊരു പ്രമോ വിശേഷം കഴിയുന്നത്. ഇനി എപ്പിസോഡിന് വേണ്ടി നമുക്ക്